ഞാൻ ലൈഫിൽ മനസ്സിലാക്കിയ 2 വാക്കാണ്. ഒന്ന് യാഥാർത്ഥ്യവും, 2 സത്യവും. ഒന്ന് പറഞ്ഞ്, യാഥാർത്ഥ്യവും സത്യവും. യാഥാർത്ഥ്യങ്ങളും യാഥാർത്ഥ്യങ്ങളെല്ലാം സത്യമല്ല. ഫാക്ട് ആൻഡ് ട്രൂത്ത്. യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കാണുന്നതാണ് യാഥാർത്ഥ്യം, അല്ലേ? പക്ഷെ സത്യം എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യത്തെ ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് സത്യം. ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മുടെ ലോക്കൽ സാഹചര്യം വെച്ച് പറഞ്ഞാൽ റിപ്പോർട്ടുകൾ യാഥാർത്ഥ്യമാണ്, അല്ലേ? ഉള്ളതാ. ബ്ലഡിനകത്തെ പ്രശ്നം ഉള്ളതാ. പക്ഷേ സത്യം എന്താ? അതിനെ മാറ്റാൻ കഴിയുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. അതിൻ്റെ മീതെ യാഥാർത്ഥ്യം വരത്തില്ല. എത്ര പേര് എൻ്റെ കൂടെ ഉണ്ടെന്നില്ല? അത് നമ്മളിന്ന് കാണുന്ന സാഹചര്യങ്ങളും നമ്മൾ കടന്നു പോകുന്ന വിഷയങ്ങളും എല്ലാം യാഥാർത്ഥ്യമാണ്. എല്ലാവരും പറഞ്ഞ യാഥാർത്ഥ്യമാണ്. മാറ്റമൊന്നുമില്ല. വേദനയുണ്ട്, പ്രശ്നമുണ്ട്, പ്രതികൂലമുണ്ട്, പോരുകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ യാഥാർത്ഥ്യത്തിൽ നിൽക്കരുത്. നമ്മൾ അതിൻ്റെ അപ്പുറത്ത് സത്യത്തിലേക്ക് കയറി വരണം. ഏലാ താഴ്വരയിൽ നടന്നത് മുഴുവൻ യാഥാർത്ഥ്യമാണ്. വെല്ലുവിളിച്ചു. എത്ര ദിവസം? 40 ദിവസം വെല്ലുവിളിച്ചു. എല്ലാ ദിവസവും രാവിലെയും വിളിക്കും, വൈകിട്ടും വിളിക്കും, ഉള്ള സമയം എല്ലാം വിളിക്കും. വെല്ലുവിളി വരുന്ന ഉടനെ ഇസ്രായേൽ മക്കൾ മുമ്പോട്ട് വരും. വെല്ലുവിളി കേൾക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ പുറകോട്ട് പോകും. ഇത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ദാവീദ് യാഥാർത്ഥ്യത്തിനകത്ത് നിന്നവനല്ല. അവൻ്റെ ലൈഫിൽ അവൻ അനുഭവിച്ചൊരു സത്യമുണ്ട്. എന്താ? ഒരിക്കലൊരു കരടിയും സിംഹവും ഞാൻ എൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നപ്പോൾ വന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അടിച്ചു കൊന്ന് തൻ്റെ ആടിനെ അതിൻ്റെ വായിൽ നിന്ന് പുറത്തെടുത്തു എന്നുള്ളതാണ് ദാവീദിൻ്റെ സത്യം. എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ട്? അതുകൊണ്ട് ഈ 13ാമത്തെ ദിവസവും ദൈവമക്കളെ ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയാം, ജീവിതത്തിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങളെ കണ്ട് നമ്മൾ മുഖം വാടരുത്. നമുക്കതിൻ്റെ മീതെ ഒരു സത്യമുണ്ട്. ലോകമനുഷ്യർ യാഥാർത്ഥ്യങ്ങളിൽ അവസാനിക്കുമ്പോൾ, ലോകമനുഷ്യർ യാഥാർത്ഥ്യങ്ങളിൽ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ, പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവൈതലിന് പറയാൻ കഴിയും, അതിൻ്റെ അപ്പുറത്ത് എനിക്ക് നോക്കാൻ ഒരു ഇടമുണ്ട്. അപ്പം യേശു അതാണ് അവിടെ പറഞ്ഞത്. എന്താ? സ്തോത്രം. മരിച്ചു കിടക്കുന്നുള്ളത് യാഥാർത്ഥ്യമാണ് യായിറോസെ, പക്ഷേ അതിനെ ജീവിപ്പിക്കാൻ കഴിയും. അവൻ ഉറങ്ങുകയാണ്. അതാണ് സത്യം എന്ന് പറഞ്ഞത്. അവിടെയാണ് നമ്മൾ ചിന്തിച്ചത്. അപ്പോൾ തന്നെ അടുത്ത പദം എന്തായിരുന്നു? അത് കേട്ടപ്പോൾ അവർ അവനെ പരിഹസിച്ചു. ആമേൻ, സ്തോത്രം. പരിഹസിച്ചു. ദൈവപ്രവൃത്തിയെ, ദൈവിക ആലോചനകളെ, ദൈവത്തിൻ്റെ ഇടപെടലുകളെ പരിഹസിക്കുന്നവരെ ഒരിക്കലും ദൈവം ആമേൻ അംഗീകരിക്കത്തില്ല. സ്തോത്രം. നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നൊരു ഭാഗമുണ്ട്, മനുഷ്യപുത്രൻ്റെ നേരെയുള്ള ഏത് പാപവും എന്തു ചെയ്യും? ക്ഷമിക്കപ്പെടും. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ നേരെയുള്ള പാപങ്ങൾ ഈ കാലഘട്ടത്തിലും വരാനുള്ള കാലഘട്ടത്തിലും ക്ഷമിക്കപ്പെടത്തില്ല. എന്ന് പറഞ്ഞാൽ കള്ളം പറയരുതെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞപ്പോൾ അത് ഓർക്കാതെ പിന്നെയും കള്ളം പറഞ്ഞുപോയി. ആ പാപം ക്ഷമിക്കത്തില്ലെന്നല്ല, പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെ പരിഹസിക്കുന്നത് ദൈവം ക്ഷമിക്കത്തില്ലെന്ന് അതിൻ്റെ അർത്ഥം. കാരണം അതിൻ്റെ മുകളിലുള്ള ഭാഗം ഒരു മിനിസ്ട്രിയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. അതിനെ പരിഹസിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആ ഭാഗം കർത്താവ് പറയുന്നത്. എന്താ പറയുന്നത്? മനുഷ്യപുത്രൻ്റെ നേരെ നിങ്ങൾ എൻ്റെ നേരെ എന്ത് പറഞ്ഞാലും ക്ഷമിക്കും, പക്ഷേ സ്തോത്രം പരിശുദ്ധാത്മാവിൻ്റെ നേരെയുള്ള പാപം എന്ത് ചെയ്യത്തില്ല? ക്ഷമിക്കത്തില്ല. അതുകൊണ്ട് ദൈവമക്കളെ ഓർത്തോണം, ആരെയും പരിഹസിക്കരുത്, ശുശ്രൂഷകളെ പരിഹസിക്കരുത്, അന്യഭാഷകളെ പരിഹസിക്കരുത്. അവൻ നിൽക്കുന്നോ വീഴുന്നോ എന്തും ദൈവത്തിൻ്റെ പക്ഷത്തിൽ നിന്നോട്ടെ. നമ്മളെ ഏൽപ്പിച്ചതിനകത്ത് നമ്മൾ വിശ്വസ്തയോടെ നിൽക്കുക. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഏത് കാര്യത്തിനകത്തും ദൈവം ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് പരിഹാസം. സങ്കീർത്തനത്തിലല്ലേ പറഞ്ഞേ, പരിഹാസികളെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. അപ്പം എല്ലാ മേഖലകളിലും സ്തോത്രം ദൈവത്തിൻ്റെ പ്രവൃത്തിയെ പരിഹസിക്കുന്ന, ദൈവനാമത്തെ പരിഹസിക്കുന്ന, ദൈവപ്രവൃത്തി അംഗീകരിക്കാത്തവരെ ദൈവം എന്തു ചെയ്യും? മാറ്റിക്കളയും. ഇന്നലെ നമ്മൾ ചിന്തിച്ചപ്പോൾ പറയുകയുണ്ടായി, അവസാനം ആ വിഷയം കിടക്കുന്നിടത്ത് ആരെ മാത്രമേ കയറ്റിയുള്ളൂ? അപ്പനെയും അമ്മയും യേശുവിൻ്റെ കൂടെയുള്ള 3 ശിഷ്യന്മാരെയും. കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നവർ ആരാണ്? കർത്താവെന്ന് അറിയാവുന്നവരാണ് ആരുടെ കൂടെ നിന്നത്? കർത്താവിൻ്റെ കൂടെ നിന്നത്. അവർ 2 ഭാഗങ്ങൾ ശ്രദ്ധിക്കണം. സ്തോത്രം. വിശ്വസിക്കുന്നവരാണ്. യേശു വിശ്വസിച്ചുകൊണ്ടാണ് യായിറോസ് ആരെ വിളിച്ചത്? യേശുവിനെ
വിളിച്ച് വീട്ടിൽ കയറ്റിയത്. വിശ്വാസമുള്ളവൻ അപ്പനും അമ്മയും. 2, യേശു ആരാണെന്ന് വെളിപ്പാടുള്ളവരാണ് ആ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ പോയത്. അപ്പോൾ ഇന്ന് രാത്രി ഓർത്തോണം, നമ്മുടെ വിശ്വാസവും ദൈവത്തിലുള്ള നമ്മുടെ വെളിപ്പാടുമാണ് നമ്മുടെ ബലം. ഒന്ന് പറഞ്ഞ്, വിശ്വാസവും ദൈവം ആരാണെന്നുള്ള അറിവാണ് നമ്മുടെ ജീവൻ്റെ ബലം. സ്തോത്രം. രണ്ടാമത്തെ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. ആമേൻ, സ്തോത്രം. അവിടെ പരിഹസിച്ചപ്പോൾ ആ പരിഹാസികളെ ഒരിക്കലും യായിറോസിന് പുറത്താക്കാൻ ഒക്കത്തില്ല. പറ്റുമോ? കാരണം യായിറോസ് ആരാ? പള്ളിപ്രമാണിയാ. വാക്കുകൾക്ക് പരിമിതികളുണ്ട്. കാരണം നാളെയും ഇവരെ കാണേണ്ടതാ. പക്ഷെ കർത്താവിന് ആ മുഖം നോക്കത്തില്ല. രാമൻ പറഞ്ഞു രാത്രി, വ്യവസ്ഥ വിട്ടാൽ ദൈവം മുന്നും പിന്നും നിന്നെ നോക്കത്തില്ല. പക്ഷെ യായിറോസിന് അവിടെ പരിമിതിയുണ്ട്. യായിറോസിന് പറയാനൊക്കത്തില്ല വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാന്ന് പറയാനൊക്കത്തില്ല. കാരണം നാളെ പള്ളിപ്രമാണിയായിട്ട് ആ പദവി അലങ്കരിക്കുന്ന വ്യക്തിയാണ് ആര്? യായിറോസ്. അതുകൊണ്ടാണ് യേശു അവിടെ അവരെ എന്ത് ചെയ്തത്? പുറത്താക്കിയത്. യേശുവിനെ പറയായിരുന്നു, യായിറോസെ, ഈ കൃപയില്ലാത്തവനെ ഒന്നും വീട്ടിൽ കയറ്റി നിർത്തിയേക്കരുത്, ഞാൻ പ്രാർത്ഥിക്കാൻ പോകാണ്, അതുകൊണ്ട് ഇവരെ എല്ലാം പുറത്താക്കിക്കൊണ്ടെന്ന് ആർക്ക് വേണമെങ്കിൽ പറയായിരുന്നു. യേശുവിന് വേണേൽ യായിറോസിനോട് പറയായിരുന്നു. പക്ഷേ യായിറോസ് എന്താ? ആമേൻ, അവിടെ യായിറോസിനെ യേശു സൈലൻ്റ് ആക്കിയിട്ട് യേശു ആണ് ആ വിഷയം കൈകാര്യം ചെയ്യുന്നത്. ഇന്ന് രാത്രി നമുക്ക് കൈകാര്യം പറ്റാത്ത വിഷയത്തെ ആര് കൈകാര്യം ചെയ്യും? കർത്താവ് കൈകാര്യം ചെയ്തോളും. നമ്മുടെ വാക്കിൻ്റെ പരിമിതികളും നമ്മുടെ കഴിവിൻ്റെ പരിമിതികളും നമ്മുടെ സ്തോത്രം അറിവിൻ്റെ പരിമിതികളൊന്നും ഓർത്ത് ഭാരപ്പെടേണ്ട. ഏൽപ്പിക്കേണ്ടവൻ്റെ കരങ്ങളിൽ, പറയേണ്ടവൻ്റെ സന്നിധിയിൽ, പറയേണ്ടവനോട് പറയേണ്ടതുപോലെ കരയേണ്ടതുപോലെ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ 13-ാം രാത്രി ഞാനൊരു ദൂത് പറയാം, നന്നായി കർത്താവ് അത് കൈകാര്യം ചെയ്യുന്ന ദൈവമാണ്. അതാണ് നമ്മൾ ഇന്നലെ രാത്രി ചിന്തിച്ച് അവസാനിപ്പിച്ചു. ഇന്ന് രാത്രിയിലും ചില മിനിറ്റുകൾ മാത്രം സംസാരിച്ച് നമ്മൾ പ്രാർത്ഥനയിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. രണ്ടാമത്തെ ആമേൻ സ്തോത്രം ആമേൻ ഭാഗത്ത് നമ്മൾ നിൽക്കുന്നത് 9 വിധവയുടെ മകനെ ഉയർപ്പിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം ഒന്നുകൂടെ വായിച്ചാട്ടെ. 7-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. പിറ്റേന്നാൾ അവൻ നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. അവൻ പട്ടണത്തിൻ്റെ വാതിലിനോടടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോട് കൂടെ ഉണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട്, കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് മഞ്ചം തൊട്ടു. ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാര എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്നവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവർക്കും ഭയം പിടിച്ചു. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിച്ചു. ഈ ഭാഗം നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ, സ്തോത്രം, പഠിച്ചാൽ ഇവിടെ നമ്മൾ കാണുന്ന ചില പ്രത്യേകതകളുണ്ട്. അതിലൊന്ന്, ഈ വിഷയം ദൈവം കൈകാര്യം ചെയ്യുന്നത് ഒരു അപേക്ഷകനില്ലാതെയാണ്. ആരില്ലാതെ? റിക്വസ്റ്റ് ചെയ്തില്ല ആരും. യായിറോസ് ചെന്ന് വിളിച്ചുകൊണ്ടാണ് ആരെ വന്നേ? യേശുവിനെ വന്നേ. പക്ഷെ ഇവിടെ കർത്താവ് അത്ഭുതം ചെയ്യുന്നത് ഒരു പെറ്റീഷണർ ഇല്ല അവിടെ. മനസ്സിലാകുന്നുണ്ടോ? വിടുവിക്കണേ എന്ന് പറയാൻ ആരും ഇല്ലായിരുന്നു, കരയാൻ ആരും ഇല്ലായിരുന്നു. പിന്നെ ഇതിൻ്റെ പുറകിലെ റീസൺ എന്നാ? അവൾ കരയുന്നത് കണ്ടിട്ട് യേശു മനസ്സലിഞ്ഞു. അങ്ങനല്ലേ അവിടെ എഴുതിയിരിക്കുന്നത്? 13-ാമത്തെ വാക്യം. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു. ഇന്ന് രാത്രി ആ പാക്കൊന്ന് പറയാമോ? മനസ്സലിഞ്ഞ് വിടുവിച്ചതാണ് അവിടെ. ആരും ഇടനില നിൽക്കാനില്ലായിരുന്നു, ആരും യേശുവിനോട് പറയാനില്ലായിരുന്നു, വിഷയം അവതരിപ്പിക്കാൻ ആരുമില്ലായിരുന്നു. പക്ഷേ അവളുടെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീര് കണ്ടപ്പോൾ യേശുവിന് മനസ്സലിഞ്ഞു. ഇന്ന് രാത്രി ഇത്ര നല്ലവനായൊരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മൾ പാടുന്നൊരു പാട്ടില്ലേ, ഇത്ര നല്ലവനാം പ്രിയനേ ഇധരയിൽ രുചിച്ചറിവാ ഇടയായതിനാ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ. ഇത്ര നല്ലവനായൊരു ദൈവം. അതെന്താ? പ്രാർത്ഥിക്കാനോ സഹായിക്കാനോ നിന്റെ വിഷയം ദൈവകരണങ്ങളിൽ കൊണ്ടിറങ്ങാനോ മീഡിയേറ്റർ ഇല്ലെങ്കിലും
നിന്റെ കരച്ചിൽ കണ്ട് നിന്റെ വിഷയത്തിൻ്റെ മേൽ മനസ്സലിയുന്ന ഒരു ദൈവത്തെയാ നമ്മൾ ഇന്ന് രാത്രി ആരാധിക്കുന്നത്. പലപ്പോഴും നമ്മൾ പ്രവാചകന്മാരെ അന്വേഷിക്കാറുണ്ട്, അല്ലയോ? പലപ്പോഴും പാസ്വേഡ് വിഷയങ്ങൾ പറയാറുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ ഇന്ന് രാത്രി ആരോടും പറയാൻ പറ്റാത്ത വിഷയങ്ങളുണ്ടല്ലോ, നിനക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങൾ. ആ വിഷയത്തിൻ്റെ മുമ്പിൽ നീ ഒറ്റയ്ക്ക് നിന്റെ റൂമിലിരുന്ന് കരയുന്നത് കണ്ടു മനസ്സലിഞ്ഞ് നിന്റെ വിഷയം കൈകാര്യം ചെയ്യുന്നൊരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇന്ന് രാത്രി ആ വെളിപ്പാട് കിട്ടുന്ന ദൈവമക്കൾ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിക്കാട്ടെ. ഹല്ലേലൂയ. അവളെ കണ്ടിട്ട്, അവളുടെ കണ്ണുനീര് കണ്ട് അവന് മനസ്സലിഞ്ഞു. അവൻ ആ വിഷയം കൈകാര്യം ചെയ്യാൻ തുടങ്ങി. യായിറോസിന്റെ വിഷയം യായിറോസ് പോയി ചെന്ന് വിളിച്ചതാ. മാർത്തയുടെയും മറിയയുടെയും വിഷയത്തിലൂടെ നമ്മൾ വരുന്നുണ്ട്. അവിടെയും യേശുവിനെ അറിയിച്ചു, എന്താ, ദീനമായി കിടക്കുന്നു. പക്ഷെ ഇവിടെ ഇവൻ ആ പട്ടണത്തിലോട്ട് വരുമ്പോൾ യേശുവിൻ്റെ നേരെ ഒരു പ്രശ്നം വരികയാണ്. എന്നെ ദൈവാത്മാ പഠിപ്പിച്ചൊരു ദൂതം ഞാൻ പറയാം. ഇത്രയും സീരിയസ് ആയിട്ട് ദൈവം ആ വിഷയം കൈകാര്യം ചെയ്യുന്നതെന്നറിയാവോ? ആരും പറയാതെ, ആരും ഇടപെടാതെ. ഇതിനു മുമ്പും പ്രശ്നങ്ങൾ മുഴുവൻ യേശു കണ്ടിട്ടില്ലേ? പക്ഷേ ഇവിടെ ദൈവം കൈകാര്യം ചെയ്തതിൻ്റെ കാര്യം ഒന്ന്, ഇത് മരണമാണ്. ഞാൻ പറഞ്ഞ പിടി കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? മടക്കിയെടുക്കാൻ പറ്റാത്ത, അവിടെ നമ്മൾ വായിക്കുന്നത് പട്ടണത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന വിഷയമാണ്. എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് കൂദാശ ചൊല്ലി, അച്ഛനാണെങ്കിൽ അച്ഛൻ, പാസ്റ്ററാണെങ്കിൽ പാസ്റ്റർ, ആരാന്ന് വെച്ചാൽ അവർ ശുശ്രൂഷയൊക്കെ നടത്തി പെട്ടി കെട്ടി എങ്ങോട്ട് കൊണ്ടുപോകുക? ഇനിയും തിരിച്ചു വരാത്ത, മടക്കിക്കൊടുക്കാൻ പറ്റാത്ത തീരാ നഷ്ടത്തിലോട്ട് പോകുമ്പോൾ അത് കണ്ടിട്ട് എൻ്റെ യേശുവിന് മിണ്ടാതിരിക്കാനൊക്കത്തില്ല. ഇന്ന് രാത്രി ഞാൻ പറയുന്ന ദൂതാർക്കാ മനസ്സിലാകുന്നേ? ഹല്ലേലൂയ. ചില വിഷയങ്ങൾ ചിലപ്പം പരിഹരിച്ചില്ലെന്ന് വരും. അത് ചിലപ്പോൾ നാളുകൾ കഴിയുമ്പോൾ ദൈവം നിനക്ക് മടക്കിത്തരും. പക്ഷേ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന ചിലത്, മടങ്ങി വരാൻ പറ്റത്തില്ലെന്ന് പറയുന്ന ചിലത്, ആ നഷ്ടം നിൻ്റെ ജീവിതത്തിൻ്റെ തീരാ നഷ്ടമാകണമെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുകയാ, അത് കൈവിട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിൻ്റെ കണ്ണുനീരിൻ്റെ മുൻപിൽ ദൈവം ആ വിഷയം കൈകാര്യം ചെയ്യും. അതെന്താ? മരണത്തെ ദൈവം കൈകാര്യം ചെയ്ത് യേശു ജീവനായതുകൊണ്ട്. യേശു ജീവന്റെ ഉറവിടമായതുകൊണ്ടാ ആ നഷ്ടത്തെ ദൈവം കാണാതെ പോകാഞ്ഞത്. കാരണം ആ നഷ്ടം യേശുവിന് മാത്രമേ പരിഹരിക്കാനൊക്കത്തുള്ളൂ. ഒരു ദൂതം ഞാൻ പറയാം. കാഴ്ച കാണത്തില്ലേ, വൈദ്യുതി ചിലപ്പോൾ ശരിയാക്കാൻ പറ്റും. ഓ, എൻ്റെ കൂടെ ഉണ്ടോ ഇന്ന് രാത്രി? കൂനുണ്ടെങ്കിൽ ചിലപ്പം വൈദ്യുതി ശരിയാക്കാൻ പറ്റിയെന്ന് വരും. പക്ഷെ മരണത്തെ പരിഹരിക്കാൻ ഉടമസ്ഥനല്ലാതെ വേറെ ആർക്കും പറ്റുകയില്ല. അവിടെ അപേക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ളതല്ല ദൈവം നോക്കിയത്. നാളെ ചെന്നൊരു വൈദ്യന്റെ മുമ്പിൽ ഈ വിഷയം പറഞ്ഞ് ഇവർക്ക് കരയാനൊക്കത്തില്ല. കാരണം ലോകത്തിന്റെ സയൻസിന് ഇതിനെ മടക്കിയെടുക്കാൻ ഒക്കത്തില്ല. ലോകത്തിന്റെ ശാസ്ത്രത്തിന് ഈ മഞ്ചത്തിൽ കിടക്കുന്നവനെ തിരിച്ചു കൊണ്ടുപോകാൻ ഒക്കത്തില്ല. അത് ചെയ്യാൻ കഴിയാതെ ഒരുവൻ ഞാൻ മാത്രമാണെന്ന് യേശുവിന് നല്ല ബോധ്യമുണ്ട്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ചില ദൂത് വിളിച്ചു പറയാ, നിന്റെ ജീവിതത്തിന്റെ വിഷയം ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ലെന്ന് നീ പറയുമ്പോ ഇന്ന് രാത്രി അതിന് കൈകാര്യം ചെയ്യാൻ യേശുവിന് കഴിയുമെന്ന് ഈ രാത്രി ആത്മാവിൽ വിളിച്ചു പറയണം. ഓ, ഇന്ന് രാത്രി വെളിപ്പാട് അനുഭവിക്കുന്നവർ ചേർന്ന് കർത്താവിനെ ഇന്ന് രാത്രി സ്തുതിച്ച് നിന്റെ വിഷയം കൈകാര്യം ചെയ്യാൻ. ഒരുപക്ഷെ ചില കാര്യങ്ങളൊക്കെ ലോകം കൈകാര്യം ചെയ്തെന്ന് വരും. പക്ഷെ ആർക്കും കൈകാര്യം ചെയ്യാത്ത വിഷയം യേശുവിന് കൈകാര്യം ചെയ്യാൻ പറ്റും. പ്രിയരെ, ഞാനൊരു കാര്യം ഇന്ന് രാത്രി ഉറപ്പിച്ചു പറയാം. ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. അത് പറയാനുള്ള കാരണം എന്നറിയോ? സത്യം പറഞ്ഞ് ഇതിന് ചുമ്മാ തുറന്നു വെച്ചിരിക്കുക. ഇന്നത്തേക്ക് ഞാൻ സത്യം പറഞ്ഞാൽ പ്രിപ്പയർ ചെയ്തിട്ടില്ല. പിടികിട്ടുന്നുണ്ടോ ഞാൻ പറയുന്നത്? ദൈവാത്മാവ് എന്നോട് പറഞ്ഞ ദൂതാ ഞാൻ പറയുന്നേ. രോഗിയായിരുന്നെങ്കിൽ വൈദ്യന് ട്രീറ്റ് ചെയ്യാം. കേട്ടോണേ, ചെവി തുറന്ന് കേട്ടോണം. നടുവേദനയായിരുന്നെങ്കിൽ ഒരു ഗുളിക ചിലപ്പോൾ മാറിയനേമായിരുന്നു. പക്ഷെ ഈ മഞ്ചത്തെ തൊടാൻ
മഞ്ചത്തെ തൊടാൻ ഒറ്റയാക്കും ധൈര്യം ഉണ്ടാകത്തില്ല. കാരണം ജീവൻ കൊടുക്കാൻ ഒരു വൈദ്യശാസ്ത്രത്തിനും പറ്റത്തില്ല. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. യേശുവിൻ്റെ നാമത്തിൽ ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ലെന്ന് നീ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമുണ്ടല്ലോ, ഇന്ന് രാത്രി കൈകാര്യം ചെയ്യാൻ കരുത്തുള്ളവൻ അത് കൈകാര്യം ചെയ്യാൻ പോകുകയാ. ഈ ദിവസങ്ങളിൽ ഈ 21 തീരുന്നതിനകത്ത് അല്ലേലൂയ അതിൻ്റെ കുഞ്ഞിൻ്റെ വിഷയത്തെ ആർക്കും പരിഹരിക്കാൻ പറ്റത്തില്ലെന്ന് നീ പറയുന്നെങ്കിൽ, നിന്റെ ശരീരത്തിൻ്റെ രോഗത്തെ ആരോടും പറയാൻ പറ്റത്തില്ലെന്ന് നീ പറയുന്നെങ്കിൽ, നിന്റെ കുടുംബജീവിതത്തിന്റെ വിഷയത്തെ ആർക്കും പരിഹരിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നിന്നോട് ദൂത് പറയുകയാ, ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വിഷയത്തെ ഈ രാത്രി കൈകാര്യം ചെയ്യാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. ഓ ശുഡബ രഗജ ധനജ രഗദേ റിഗദേ റിഗബ രഗജ രഗദന. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ജീവൻ ചില മേഖലകൾക്ക് കൈകൊടുക്കട്ടെ, ജീവൻ ചില മരണ വിഷയങ്ങൾക്ക് കൈകൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ ആമേൻ. അസ്തമിച്ചെന്ന് പറഞ്ഞതിനകത്ത് ജീവൻ കിളിപ്പിക്കുന്ന ദൈവം. അതാ യോബ് പറഞ്ഞത്, ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശയുണ്ട് കേട്ടോ. ഇന്ന് രാത്രി മടങ്ങിപ്പോകുന്നത് നിരാശപ്പെട്ട് പോകണ്ട. ഈ 13-ാം ദിവസം നീ കരഞ്ഞുകൊണ്ട് പോകണ്ട. പരിശുദ്ധാത്മാവ് നിന്നോട് പറയുകയാ, നിനക്കൊരു പ്രത്യാശയുണ്ട്. കാരണം ഉലക ചരിത്രം എടുത്തു പഠിച്ചാൽ, സൃഷ്ടി മുതൽ എടുത്തു പഠിച്ചോ, അല്ല ദൈവത്തിന്റെ വചനം ലഭിക്കുന്ന എല്ലാ അറിവുകളിലും എടുത്തു പഠിച്ചോ, എൻ്റെ തമ്പുരാന് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു വിഷയവും ഓ ജീസസ്. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ഇത് കൈകാര്യം ചെയ്യാൻ കർത്താവിന് മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവളുടെ കരച്ചിലിന് മുമ്പിൽ യേശു മനസ്സലിഞ്ഞു. ആരാ യേശുവിനോട് പറഞ്ഞേ? ആരാ യേശുവിൻ്റെ മുമ്പിൽ ചെന്ന് അപേക്ഷിച്ചത്? ആരുമില്ല. കാരണം ആർക്കെല്ലാം അപേക്ഷിക്കാൻ ധൈര്യം വരുമോ? ഇവിടെ നിങ്ങൾ യേശുവിൻ്റെ കമാൻഡ് ശ്രദ്ധിക്കണം. യായിറോസിൻ്റെ വീട്ടിലെ കമാൻഡ് അല്ല, ലാസറിൻ്റെ കല്ലറയുടെ മുമ്പിലെ കമാൻഡ് അല്ല. ഇവിടെ യേശു കമാൻഡ് ചെയ്യുന്നതിന് വ്യത്യാസമുണ്ട്. ആ വാക്യം വായിച്ചേ. ബാല്യക്കാരായി എഴുന്നേൽക്കുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അവിടുത്തെ പവർ എന്നറിയാമോ? ഞാനാ. ഓ ഇന്ന് രാത്രി വെളിപ്പാട് ആർക്കാ മനസ്സിലാകുന്നേ? യായിറോസിന്റെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞില്ല ഞാൻ നിന്നോട് പറയുന്നെന്ന് പറഞ്ഞില്ല. മനസ്സിലാകുന്നുണ്ടോ? കാരണം യായിറോസ് ഒരു പള്ളിപ്രമാണിയാ. സ്തോത്രം. ആത്മീയം എന്താണെന്ന് ആർക്കറിയാം? അവന് വിശ്വാസം ഉള്ളത് കൊണ്ടാണ് യേശുവിൻ്റെ അടുക്കൽ അവൻ വന്നത്. പക്ഷെ ഇപ്പൊ നിൽക്കുന്ന സമൂഹത്തിന് യേശു ആരാന്നറിയത്തില്ല, യേശുവിൻ്റെ പ്രവൃത്തി എന്താണെന്ന് അറിയത്തില്ല. ഇന്ന് രാത്രിയിൽ നിന്റെ വിശ്വാസം എന്താണെന്ന് അറിയാത്തവരുടെ നടുവിൽ നീ സേവിക്കുന്ന ദൈവം ആരാണെന്ന് തെളിയിക്കുന്ന ഒരു കൽപ്പന എന്റെ ദൈവം പുറപ്പെടുവിക്കാൻ പോകുകയാ. ഇന്ന് രാത്രി അത് പിടിച്ചെടുക്കാമെങ്കിൽ പിടിച്ചെടുത്ത് ആത്മാവിൽ ആരാധിക്ക്. യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന രാത്രിയായി മാറുക. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നെന്ന് പറഞ്ഞവൻ നിന്നോട് കൽപ്പിക്കുന്നു. മോശ ദൈവത്തോട് ചോദിച്ചു, ഫറവോൻ എന്നോട് ചോദിക്കുക നിന്റെ ദൈവം ആരാന്ന് ചോദിച്ചാ ഞാൻ എന്നെ ഉത്തരം പറയണ്ടേ? മുൾപ്പടർപ്പിൽ ഇറങ്ങണമെന്ന് പറയണോ? നോ. ദൈവം എന്നെ പറഞ്ഞേ ഞാനാകുന്നവൻ ഞാനാകുന്നെന്ന് പറയണം. ഞാനാകുന്നവൻ ഞാനാകുന്നെന്ന് പറയണം. അവൻ ആ ശവമഞ്ചത്തിന് മുമ്പിൽ നിന്നിട്ട് വിളിച്ചു പറഞ്ഞത്,
മകനെ എഴുന്നേൽക്കുക എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. ഇന്ന് രാത്രി ആ ശബ്ദം ചില കുടുംബങ്ങളിൽ മുഴങ്ങുന്ന രാത്രിയാണെന്ന് ഞാൻ പറഞ്ഞാൽ ആരാധന ആമേൻ പറഞ്ഞ് സ്വീകരിക്കുന്ന സൃഷ്ടാവിന്റെ ശബ്ദം ഞാനാകുന്നുവെന്ന് പറഞ്ഞവന്റെ ശബ്ദം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി മുഴങ്ങുന്ന രാത്രിയാ. പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി കണ്ണടച്ച് പ്രാർത്ഥിക്കുക. ആരാധിക്കാൻ കഴിയുമെങ്കിൽ ചില മിനിറ്റുകൾ ആരാധിക്കുക. ദൈവ ശബ്ദം കേൾക്കുന്നവർ ചേർന്ന് കർത്താവിന് മഹത്വം കൊടുക്കുക. ബാല്യക്കാരെ എഴുന്നേക്കെന്ന് പറഞ്ഞാൽ നിശ്ചയമായും എഴുന്നേക്കും. പക്ഷെ അവിടെ ചുറ്റി നിൽക്കുന്നവർ അറിയേണ്ട ഒരു ദൂതുണ്ട്. നീ അപേക്ഷിക്കാതെ ഞാനിത് ചെയ്യുന്നത്, എൻ്റെ മനസ്സലിവിലാണ് ഞാനിത് ചെയ്യുന്നത്. അടുത്തൊരു വിഷയം വരുമ്പോൾ അപേക്ഷിക്കാൻ പറ്റുന്ന ഒരുവനാ ഞാനെന്ന് മനസ്സിലാക്കുന്ന എത്ര പേരുണ്ട്? ആ സമൂഹത്തിന് മുമ്പിൽ യേശു ആരാണെന്ന് വെളിപ്പെടുത്തുക. ബാല്യക്കാരാ എഴുന്നേൽക്കുക എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. എന്നാ വെളിപ്പാടാ പ്രിയരെ! ഇത് കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി കർത്താവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ആ ഞാനെന്ന ആ പാക്ക് അത് തന്നെ വിസ്തരിക്കണം. സ്തോത്രം. നമ്മുടെ മുമ്പിൽ സമയമില്ല. ഞാനാകുന്നവൻ ഞാനാണ് സൃഷ്ടിച്ചവൻ, ഞാനാണ് ഉണ്ടാക്കിയവൻ, ഞാനാണ് ശൂന്യതകളിൽ നിന്ന് സകലത്തെയും വിളിച്ചു വരുത്തിയവൻ, ഞാനാണ് അസ്ഥിക്കകത്തുനിന്ന് ആമേ സ്ത്രീയെ നിർമ്മിച്ചവൻ, ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ഓപ്പറേഷൻ നടത്തിയവൻ ഞാനാ. ഒരു ശകലം പോലും രക്തം പൊഴിക്കാതെ ആമേൻ വെറും മണ്ണായി കിടന്നവന്റെ അകത്തേക്ക് ശ്വാസമൂതി ജീവൻ വെപ്പിച്ചവൻ ഞാനാണ്. ശൂന്യമായി കിടന്ന പാഴായി കിടന്ന ഭൂമിയെ വീണ്ടും നന്നാക്കിയവൻ ഞാനാണ്. വെള്ളത്തിന് മേൽ പരിവർത്തിച്ചവൻ ഞാനാണ്. ചെങ്കടലിനെ രണ്ടാക്കിയവൻ ഞാനാണ്. യോർദാനെ പിരിച്ചവൻ ഞാനാണ്. മാറയെ മധുരമാക്കിയവൻ ഞാനാണ്. വർഷത്തെ അടിമത്തം പൊളിച്ചവൻ ഞാനാണ്. കനാൻ ദേശം തന്നവൻ ഞാനാണ്. ഇന്ന് രാത്രി തലമുറകളെ തന്നവൻ ഞാനാണ്. സ്തോത്രം. ആ ഞാൻ ബാല്യക്കാരെ നിന്നോട് കൽപ്പിക്കുന്നു, എഴുന്നേൽക്ക് എന്ന് പറഞ്ഞാൽ കർത്താവ് അവിടെ പ്രൂവ് ചെയ്യുക. എന്താണെന്നറിയാവോ? നിങ്ങളുടെ ഏത് പ്രശ്നത്തിനും ഞാൻ മതിയായവനാ. ഏത് പ്രശ്നം എന്ന് പറഞ്ഞാൽ മരണത്തിനപ്പുറം ഒരു പ്രശ്നമുണ്ടോ? ഉണ്ടോ? നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് എന്തിനാ? അതിനപ്പുറത്തൊരു പ്രശ്നം വരാനില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അതിൻ്റെ താഴെയുള്ളൂ ബാക്കിയെല്ലാം. കടഭാരം അതിന് താഴെയുള്ളൂ, രോഗം അതിന് താഴെയുള്ളൂ, കുടുംബ പ്രശ്നം അതിന് താഴെയുള്ളൂ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം പനി വന്നെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പേടിക്കുമോ? പക്ഷെ ബയോപ്സി റിസൾട്ട് പോസിറ്റീവ് എന്ന് പറഞ്ഞാലോ, 4 സ്റ്റേജ് കഴിഞ്ഞെന്ന് പറഞ്ഞാലോ, ആ രോഗത്തെയാണോ പേടിക്കുന്നത്? ആ രോഗത്തിൻ്റെ റിസൾട്ടിനെയാണോ പേടിക്കുന്നത്? എന്ന് പറഞ്ഞാൽ യേശു അവിടെ പറയുക, നിന്റെ ആയുസ്സിൽ നീ നേരിടാൻ പോകുന്ന ഈ പ്രശ്നം വരെ എനിക്ക് നിസ്സാരമായി കൈകാര്യം ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. ആ കമാൻഡ് നിങ്ങൾ ശ്രദ്ധിച്ചു അവിടെ വരച്ചു വെച്ചോണം. ബാല്യക്കാരാ എഴുന്നേൽക്കുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ദൈവത്തിൻ്റെ മനസ്സലിവിലാണ് ആ വിടുതൽ നടക്കുന്നത്. നമുക്ക് 10 മിനിറ്റ് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. ഇന്ന് രാത്രി കർത്താവിനോട് പറയണം, കർത്താവേ, എനിക്ക് വേണ്ടി ഇടനിലനിൽക്കാൻ ആരുമില്ല, എൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിക്കാൻ ആരുമില്ല.
ഈ വിഷയം പറയാൻ എനിക്ക് അറിയില്ല, പക്ഷേ എൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. പക്ഷേ എനിക്ക് മുട്ടുമെന്ന് പ്രാർത്ഥിക്കാൻ അറിയാം. മനസ്സറിയുന്നൊരു ദൈവമുണ്ട് ഇത് രാത്രി. ഷാർബാന ഹൽത്തന ജഗടഗദന. പ്രാർത്ഥിക്കാമെങ്കിൽ എല്ലാവരും പ്രാർത്ഥിച്ച്. ഉലകത്തിൽ യഹൂദൻ്റെ പഠിപ്പിക്കലനുസരിച്ച്, അവരുടെ ആചാരമനുസരിച്ച്, അവരുടെ കൾച്ചർ അനുസരിച്ച് ഒറ്റ മനുഷ്യന് മഞ്ചം തൊടാനൊക്കത്തില്ല. അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവർക്ക് മാത്രമേ മഞ്ചം തൊടാനൊക്കത്തുള്ളൂ. ന്യായപ്രമാണം അനുസരിച്ച് ശവത്തെ തൊടുന്നവൻ അശുദ്ധനാണ്. അതാ മഞ്ചം ചുമക്കുന്നവൻ നിൽക്കാനുള്ള കാരണം ആരും പ്രതീക്ഷിക്കാത്ത ഒരു സ്പർശനം, ആരും പ്രതീക്ഷിക്കാത്ത മേഖലയെ വെളിപ്പെട്ടു. പ്രാർത്ഥിക്കാം. ദൈവം അനുവദിക്കുക. നാളെ നമുക്ക് ബാക്കി ഭാഗം ചിന്തിക്കാം. ദൈവകാര്യങ്ങളിലേക്ക് സമർപ്പിച്ച് കണ്ണുകളടച്ച് ചില മിനിറ്റുകൾ ആമേൻ സ്തോത്രം ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചേ. ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചേ. ഈ ദൂതൊക്കെ ആവശ്യഭാരമുള്ളവർക്കേ വിടുതലാകത്തുള്ളൂ കേട്ടോ. കേട്ട് രസിക്കുന്നവർക്ക് ഇതൊന്നും ഒരു ദൂതായിട്ട് തോന്നത്തില്ല. പക്ഷെ വചനം അനുസരിക്കാൻ, ദൈവശക്തി അനുഭവിക്കാൻ കൊതിയുള്ളവൻ ഇതൊരു വിടുതലാണ്. എല്ലാവരും പ്രാർത്ഥിച്ച് നമ്മൾ ഗ്രൂപ്പുകളായിട്ട് തിരിയുന്നില്ല. ഇന്ന് രാത്രി നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് തന്നെ വ്യക്തിപരമായി പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. വ്യക്തിപരമായി പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. നിങ്ങളൊരു അപേക്ഷ എനിക്കുണ്ടെന്ന് രാത്രി നിങ്ങൾ ആരും അശ്രദ്ധയോടെ ഇതിനകത്തിരിക്കല്ലേ. ഹൃദയം തുറന്നു പ്രാർത്ഥിക്കേ. ആ ഞാൻ എന്ന പദം ഇന്ന് രാത്രി വെളിപ്പെട്ട് വരട്ടെ. ആ ഞാൻ എന്ന വാക്കിൻ്റെ ശക്തി ഇന്ന് രാത്രി വെളിപ്പെട്ട് വരട്ടെ. യായിറോസിൻ്റെ വീട്ടിൽ ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തണ്ട. യേശുവിൻ്റെ പാദപീഠത്തിലിരുന്ന് വചനം പഠിച്ച മാർത്തയുടെയും മറിയയുടെയും വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ലാസറിനെ പുറത്തു കൊണ്ടുവരുവാൻ യേശുവിന് ഞാൻ ഉപയോഗിക്കണ്ട. പക്ഷെ ഇവിടെ ആ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ, അവർക്ക് മുമ്പിൽ ഒരുവൻ അവതരിക്കുകയാ. അവർക്ക് മുമ്പിൽ ഒരുവൻ പ്രത്യക്ഷപ്പെടുകയാ. ജീവന്റെയും മരണത്തിൻ്റെയും അധികാരിയാണ് ഞാൻ. മാൽധാന റബബവ ശബദന ധരധര. പ്രാർത്ഥിക്കുക. ഹോ റബ ഖതുന റഖതന റഗദഗദഗദന. ബാല്യക്കാരാ എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, അങ്ങയുടെ ഐഡന്റിറ്റി അവിടെ വെളിപ്പെടുത്തിയതുപോലെ ഇന്ന് രാത്രി കരയുന്ന ചിലരുടെ ലൈഫിൽ I am that I am, ഞാനാകുന്നവൻ ഞാനാകുന്നു. പ്രാർത്ഥിക്കുക. കണ്ണീരെല്ലാം തുടയ്ക്കും കൺമണി പോലെ കാക്കും. കണ്ണീരെല്ലാം തുടയ്ക്കും കൺമണി പോലെ കാക്കും. കാർമേഘം പോൽ കഷ്ടങ്ങൾ വന്ന കനിവോടെ നിന്നെ കാത്തിടും. കാർമേഘം പോൽ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ കാത്തിടും. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, യേശു
എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നത് എഴുന്നേറ്റ് നിന്ന് എല്ലാവരും സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. ചേർന്ന് സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. കണ്ണീരെല്ലാം തുടയ്ക്കും കൺമണി പോലെ കാക്കും. കണ്ണീരെല്ലാം തുടയ്ക്കും കണ്ണീ പോലെ കാക്കും. കാർമേഘമോ കാർമേ വിശ്വാസത്തോടെ വരികൾ പാടും. കനിവോടെ നിന്നെ കാത്തിടും കാർമേഘം പോ കഷ്ടങ്ങൾ വന്നാൽ കനിവോടെ നിന്നെ സകല വ്യാധിയെയും സുഖമാക്കും വല്ലഭൻ താൻ. സകല വ്യാധിയെയും സുഖമാക്കും വല്ലഭൻ താൻ. ആരായിരുന്നാലും ഭേദങ്ങളെന്നീ കൃപയാൽ സ്നേഹം നൽകിയിടും താൻ. ആരായിരുന്നാൽ ഭേദങ്ങളെന്നീ കൃപയാൽ സ്നേഹം നൽകിയിടും താൻ. യേശു വിളി. ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവിക വിടുതലുകൾ സംഭവിക്കട്ടെ, ദൈവിക ശക്തി വ്യാപരിക്കട്ടെ.